വേലി ഗ്രൗണ്ടിൽ ആ പാപ്പാന കത്തിക്കുന്ന സ്ഥലത്ത് ഒരു സേഫായിട്ടുള്ള സ്ഥലം ബാരിക്കേഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മതിയായിട്ടുള്ള ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് എന്തെങ്കിലും കാരണവശാലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കപ്പായിട്ടുള്ള ഒരു ജനറേറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. കുറേ അസ്ക ലൈറ്റുകൾ നമ്മൾ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അതോടൊപ്പം ആംബുലൻസും മെഡിക്കൽ ടീം അവിടെ ഉണ്ടാവണമെന്ന സംഘാടകർക്ക് നമ്മൾ കത്തുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഭാഗമായി നമ്മൾ റോറോ സൈഡ് മറ്റ് വൈപ്പിൻ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് 4 മണി വരെ മാത്രമേ റോറോയിലെ വാഹനങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് അനുവദിക്കുന്നുണ്ട്. 7 മണി വരെ ആൾക്കാർ റോറോ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം റോറോ സർവീസ് നിർത്തും. അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസുകളും 7 മണിക്ക് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലേക്ക് ഉള്ള സർവീസുകൾ നിർത്തുന്നുണ്ട്. വാഹനങ്ങളുടെ പാർക്കിങ്ങിൻ്റെ കാര്യമാണ്. അവിടെ ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ള കുറേ വീട്ടുകാരുടെ വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. ആ വാഹനങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറേ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഫോർട്ട് കൊച്ചി ലിമിറ്റിൽ 18 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ പാർക്കിംഗ് ഫില്ലായി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിൽ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കൂടെ പുറത്തുനിന്ന് വാഹനങ്ങൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ BOT പാലം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. നെക്സ്റ്റ് അതുപോലെ ഈ ബസ് സർവീസുകൾ നമ്മൾ 4 മണി വരെ എല്ലാ ബസ് സർവീസുകൾ അകത്ത് ഓടും. കുറച്ച് ഡൈവർഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 മണി ശേഷമുള്ള ബസ്സുകൾ കൊച്ചി കോളേജ് അടുത്ത വരെ മാത്രമേ നടക്കും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അകത്തേക്കുള്ള സർവീസുകൾ കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം നമുക്ക് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറേ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് CCTV ക്യാമറകൾ, മതിയായ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ റൂം അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായി മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഈ തെഫ്റ്റുകൾ മറ്റ് മിസ്ബിഹേവിയർ തടയാൻ വേണ്ടി വനിതാ പോലീസ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ പ്ലെയിൻ ക്ലോത്തിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം മറ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തടയാൻ വേണ്ടി നമ്മുടെ ഡാൻസ് ഓഫ് ടീം ആക്റ്റീവായിട്ടുള്ള കുറച്ച് പ്ലേസുകളിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് തടയാൻ വേണ്ടി രാത്രി പ്രത്യേകിച്ച് 12 മണിക്ക് ശേഷം ആൾക്കാർ തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടികൾ റാഷായിട്ട് ഓടിക്കുന്നത് തടയാനും ഡ്രങ്കൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് തടയാൻ വേണ്ടി പ്രത്യേക പോലീസ് ചെക്കിംഗ് ഉണ്ടാവും എല്ലാ വഴികളിൽ. മിക്കവാറും രാവിലെ മിക്കവാറും ആൾക്കാർ തിരിച്ചു പോകുന്ന സമയം വരെ ഈ ചെക്കിംഗ് സ്ട്രോങ് ആയിട്ട് നമ്മൾ നടത്തും. ഇതിനോടൊപ്പം നമ്മൾ ബീച്ച് ഏരിയകളിൽ ലൈഫ് ഗാർഡിൻ്റെയും മറ്റ് ആൾക്കാരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കും. മെറൈൻ ആംബുലൻസിൻ്റെ സേവനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ KSEBയുടെ ടീംസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഉറപ്പുവരുത്താൻ വേണ്ടി KSEBയുടെ ടീംസ് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് വേലി ഗ്രൗണ്ടിലൊരു കൺട്രോൾ റൂം ഉണ്ടാവും. ഇതിൻ്റെ എല്ലാ കൺട്രോൾ റൂമും ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നടത്തുന്നുണ്ട്. ഈ വേലി ഗ്രൗണ്ടിലുള്ള കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അധികൃതർ അവരെല്ലാവരും കൂടെ അവിടെ കാണും. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ തടയാൻ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ വാഹനങ്ങൾ ഈ ഫോർട്ട് കൊച്ചി റോഡുകളിൽ പാർക്കിംഗ് ചെയ്യാൻ അനുവദിക്കത്തില്ല. നമ്മൾ ആ സ്പെസിഫിക് പരിപാടി നടക്കുന്ന സ്ഥലത്ത് 2 മണി ശേഷം വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടത്തില്ല. വാഹനങ്ങളെല്ലാം അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 18 പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമ്മൾ പുറത്ത് ഡൈവേർഷൻ കൊടുത്തിട്ട് പുറത്തേക്കാക്കും. അതാണ് വാഹനങ്ങളിന് വേണ്ടി ചെയ്യുന്നത്. മറ്റു ജില്ല ഈ ജില്ല ആണെങ്കിലും മറ്റു ജില്ല ആണെങ്കിലും ഇത് തന്നെയാണ്.
സോ ഫോർട്ട് കൊച്ചി പരിപാടികൾ നടത്തുന്ന പരേഡ് ഗ്രൗണ്ട്, മറ്റ് വേലി ഗ്രൗണ്ട്, ആ സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ വാഹനങ്ങൾ 2 മണി ശേഷം അനുവദിക്കില്ല. അതൊക്കെ പാർക്ക് ചെയ്യാം. അത് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ അകത്തേക്ക് വരാം. മറ്റ് അത് കഴിഞ്ഞിട്ട് ശേഷം പുറത്തുനിന്ന് ഡൈവേർഷൻ കൊടുക്കും. എറണാകുളം വണ്ടികളായാലും പുറത്തുനിന്ന് വരുന്ന വണ്ടികളായാലും ഡൈവേർഷൻ കൊടുക്കും. തേവര പാലത്തിന് അങ്ങനെ പറയുന്നില്ല. തേവര പാലം അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടുകളെല്ലാം നിറഞ്ഞിട്ട് ശേഷം തേവര പാലം നിന്ന് നമ്മൾ ഡൈവേർഷൻ കൊടുക്കും, BOT നിന്ന് ഡൈവേർഷൻ കൊടുക്കും. അപ്പോൾ ഇത്തവണ കൂടെ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് പരിശോധിച്ചിട്ട് ശേഷം ഏകദേശം 80,000 ആൾക്കാർ നമ്മുടെ ഗ്രൗണ്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് ലൈക്ക് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി അത്ര ഉണ്ട്. സോ ഏകദേശം ഒരു 80,000 ആൾക്കാർ അവിടെ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ തടയും. അപ്പോൾ അതൊന്നും ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തടയാനുള്ള ഒരു ആവശ്യം വരത്തില്ല. ഇത് വലിയ ഗ്രൗണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് അവിടെ മതിയായിട്ടുള്ള പബ്ലിക് അഡ്രസ് സിസ്റ്റമുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 രീതിയിലുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് ആയിട്ടുള്ളതും മറ്റ് മൊബൈൽ വണ്ടികളിലും പബ്ലിക് അഡ്രസ് സിസ്റ്റം നമ്മൾ വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ അതാത് സമയത്ത് അവിടെ എത്തിയിട്ടുള്ള ജനങ്ങൾക്ക് നമ്മൾ അറിയിക്കും. അല്ല, അങ്ങനെ മൊബൈൽ ടവർ സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം തന്നെയാണ്. കൂടുതൽ ആൾക്കാർ അവിടെ വന്നാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ജാം ആവും. സോ പോലീസിൻ്റെ സംവിധാനത്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വയർലെസ് സെറ്റ് മുഖാന്തരമാണ് ചെയ്യുന്നത്. സോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരോടൊപ്പം ആവശ്യത്തിന് നമ്മൾ വയർലെസ് സെറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ല, നമ്മുടെ ആയിട്ട് പെട്ടെന്ന് എല്ലാവരെ പറഞ്ഞു വിടാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യത്തില്ല ഇത്തവണ. അപ്പോൾ 2 വഴികളാണ് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്. ഒന്ന്, ഈ സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും ഈ തോപ്പുംപടി ആ സൈഡിൽ നിന്ന് വരും, തേവര സൈഡിൽ നിന്ന് വരും. നെക്സ്റ്റ് ലൈക്ക് നോർത്ത് സൈഡിലേക്ക് പറവൂർ ആ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ, മുനമ്പം വൈപ്പിൻ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരെല്ലാവരും ഈ റോറോ ജെട്ടി കയറിയിട്ട് പോകും. അപ്പോൾ റോറോ ജെട്ടി അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സെഗ്മെൻറ്റേഷൻ ചെയ്തിട്ടുള്ള ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട്. അവിടെ നിയന്ത്രിച്ചിട്ട് ആണ് നമ്മൾ ആൾക്കാരെ അവിടെ കടത്തി വിടുന്നത്. കൂടാതെ അതോടൊപ്പം ആക്ച്വലി നമ്മൾ കൊച്ചി മെട്രോക്കാരായിട്ട് കൂടെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് മെട്രോ സർവീസുകൾ രാത്രി 2 മണി വരെ ഉണ്ടാവുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. വാട്ടർ മെട്രോക്കാർ വൈപ്പിൽ നിന്ന് ഹൈക്കോടതിയിലേക്കുള്ള സർവീസുകൾ രാത്രി 12 മണി കഴിഞ്ഞിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് നടത്തും. അത് കഴിഞ്ഞിട്ട് 2 മണി വരെ റെയിൽ മെട്രോക്കാർ അവരുടെ സർവീസുകൾ നടത്തും. റോറോ ഉണ്ടാവും. റോറോ ഫോർട്ട് കൊച്ചി ഭാഗത്ത് നിന്നുണ്ടാവും. മറ്റ് വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി ജെട്ടി നിന്ന് ഈ ഹൈക്കോടതിയിലേക്ക് ഉണ്ടാവും. അത് രാവിലെ വരെ ഉണ്ടാവും.